അമൽ തേനമ്പർമൻ അമൽ UDF ആണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമലെ, ഞാനിവിടെ വന്നിറങ്ങുന്ന സമയത്ത് ഉള്ള ഫീലിംഗ് എല്ലാം 3 ദിവസം കഴിയുമ്പോൾ ഒരു ടൈറ്റ് മത്സരത്തിൻ്റെ പ്രതീതി വരുന്നു. സംസാരിക്കുന്ന പലരും 100% ആത്മവിശ്വാസം പറയുന്നില്ല, തോക്കുമെന്ന് ആരും പറയുന്നില്ല, എങ്കിൽ പോലും എന്താണ് സംഭവിക്കുക എന്ന ആശങ്ക പലരുടെയും മനസ്സിലുണ്ട്. ഒരു ഈസി വാക്ക് ഓവർ, ഒരു കേക്ക് വാക്ക് എന്ന നിലയിൽ നിന്ന് UDF എങ്ങനെയാണ് പിന്നോട്ട് പോയത്? വളരെ കുറച്ച് കാലത്തേക്ക് ഒരു MLA തിരഞ്ഞെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ്, അപ്പോൾ നല്ല മഴക്കാലത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പ് അങ്ങ് തണുപ്പം പറ്റി പോകുമെന്നാണ് വിചാരിച്ചതെങ്കിൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ തീ പാറുന്ന പോരാട്ടമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നല്ല ടൈറ്റാണ് കാര്യങ്ങൾ. UDF ആദ്യഘട്ടത്തിൽ ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ഈസി വാക്ക് ഓവർ എന്നുള്ള സാഹചര്യം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ശക്തമായ മത്സരം സ്വരാജ് മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ അൻവറിൻ്റെ ഇടപെടലും, അൻവറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ റോഡ് ഷോ ഒക്കെ മുന്നണികൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. നിറയെ ആളുകളാണ് ആ പരിപാടിക്ക് വരുന്നത്. അതിപ്പോൾ യൂസഫ് പട്ടാനെ കാണാൻ വന്നതാണോ, അതൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. പക്ഷേ എങ്കിൽ പോലും UDFന് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അമിത ആത്മവിശ്വാസം അതിപ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിന് പ്രത്യേകിച്ചുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ EK സുന്നി വിഭാഗത്തിൻ്റെ വോട്ടുകൾ പൂർണ്ണമായും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലീഗിൻ്റെ ഒരു സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ഇറങ്ങി കളിക്കുകയാണ്. സമീപകാലത്തൊന്നും ഈ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ കാണാത്ത വിധത്തിൽ ലീഗിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം നടക്കുന്നു. അങ്ങനെ ആ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടും. പക്ഷേ മറ്റ് മുസ്ലിം സമുദായത്തിനിടയ്ക്ക് ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സമസ്ത അടക്കമുള്ളവർ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും PDPയുടെയും എല്ലാം പിന്തുണ സംബന്ധിച്ച വിഷയത്തിൽ UDF എടുത്ത നിലപാട് ഒരു 4000 അവർക്ക് കേഡർ ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഇന്നലെ കരുളായിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ കേട്ടു കഴിഞ്ഞ ദിവസത്തെ. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, പാണക്കാട് തങ്ങൾമാരെ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. പാണക്കാട് തങ്ങൾമാർ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി തങ്ങളും മാധ്യമ സ്ഥാപനങ്ങളുടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ലീഗ് അല്ലെങ്കിൽ ലീഗിലെ ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ സമസ്ത അല്ലെങ്കിൽ സുന്നി വിഭാഗത്തിന് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ആശയപരമായ ആ വിഷയത്തെ കൂടി അദ്ദേഹം അഡ്രസ്സ് ചെയ്യണം. അതായത് ഒരു മുസ്ലിം സംഘടന എന്നുള്ള നിലയിലല്ല, ആ സമൂഹത്തിനകത്തെ തന്നെ ഉൾപ്പിരിവുകളെ CPM ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഈ നിലമ്പൂരിൽ ട്രാക്ഷൻ ഉണ്ടോ? എന്താ റിസാല ഒരു എഡിറ്റോറിയലേക്ക് എഴുതിയ AP വിഭാഗത്തിൻ്റെ, അതിനപ്പുറത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ? സമസ്ത വിഭാഗത്തിൻ്റെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ അത് വോട്ടായി പ്രതിഫലിപ്പിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരുടെ ജമാഅത്തുമായി ബന്ധപ്പെട്ട മാധ്യമ സ്ഥാപനത്തിൻ്റെ അവാർഡ് സ്വീകരിക്കാനോടെ പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ചർച്ചയാക്കാൻ UDF ക്യാമ്പിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. 4000 കേഡർ വോട്ട് വെൽഫെയർ പാർട്ടിക്ക് ഇവിടെ ഉണ്ട്. ആ വോട്ട് അതുപോലെ പർച്ചേസ് ചെയ്യുന്നതിൽ UDF വിജയിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ മുഴുവൻ കിട്ടിയേക്കാം. പക്ഷേ പറ്റിപ്പോയത് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജമാഅത്ത് ഇസ്ലാമിക്കും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിക്കും കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നുള്ള തരത്തിൽ. അത് വലിയ പ്രശ്നമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ വോട്ട് ആര് പിടിക്കും? അൻവറിലേക്ക് പോകുമോ? ഈ EK അല്ലാതെ AP അടക്കമുള്ള മറ്റു വിഭാഗങ്ങളുണ്ട്, സമസ്തയുടെ വോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ മുജാഹിദ് വോട്ടുകളൊക്കെ എവിടേക്ക് പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അൻവറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് UDFന്റെ അല്പം ക്ഷീണം ചെയ്യുമെന്ന കാര്യം. ശരി.